കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കുന്നതോടെ സ്വകാര്യ ബസ്സുകൾ നിരത്തൊഴിയും. യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കരുതിയ പ്രഖ്യാപനമായിരുന്നു കെ.എസ്.ആർ.ടി.സിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. എന്നാൽ വി.ഡി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ സൗജന്യ യാത്രയുടെ പ്രഖ്യാപനവും ഉണ്ടായി. എന്നാൽ ഇതിപ്പോ വെട്ടിലാക്കിയിരിക്കുന്നത് സ്വകാര്യ ബസ് മേഖലയാണ്. ബസ് യാത്രയിൽ മുൻനിരയിൽ സ്ത്രീകളാണെന്നിരിക്കെ സൗജന്യ യാത്ര ലഭിക്കുന്നതോടെ സ്ത്രീകൾ കൂട്ടത്തോടെ കെ.എസ്.ആർ.ടി.സിയിലേക്ക് പോകും. ഇതാണ് സ്വകാര്യ ബസ് മുതലാളിമാരും ജീവനക്കാരും പങ്കുവയ്ക്കുന്ന ആശങ്ക. കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് സൗജന്യം ഏർപ്പെടുത്തുന്നതോടുകൂടി സ്വകാര്യ ബസ്സിലെ പകുതിയിലേറെ വരുന്ന സ്ത്രീ യാത്രക്കാർ മാറിപ്പോകുന്നതോടെ നിത്യ ചിലവിന് പോലും വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ മേഖല തകരും. ഇതോടെ ഇന്ന് നിരത്തിലുള്ള 8,000 സ്വകാര്യ ബസ്സുകൾ കൂടി നിരത്തൊഴിയേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. 40,000-ഓളം വരുന്ന തൊഴിലാളി കുടുംബവും ഇതോടെ പട്ടിണിയാകും. അപ്രഖ്യാപിത യുദ്ധത്തിന്റെ പേരിൽ ഡീസൽ വില ലിറ്ററിന് 4 രൂപയിലധികം വില വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പുതിയ സർക്കാർ ഏർപ്പെടുത്തുന്ന സൗജന്യ യാത്ര ഇരുട്ടടിയായി മാറിയിരിക്കുന്നത്. ആകെയുള്ള ദിവസ വരുമാനത്തിന്റെ 60%-ലധികം തുക ഡീസൽ ഇനത്തിൽ മാത്രം ചിലവാകുമ്പോൾ സൗജന്യ യാത്ര തുടങ്ങുന്നതോടുകൂടി വരുമാനം പകുതിയാകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പിന്നീട് സർവീസ് നടത്തുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. കെ.എസ്.ആർ.ടി.സിയുടെ 4,000 ബസ്സുകൾ റോഡ് ടാക്സ് പോലും അടയ്ക്കാതെയാണ് സർവീസ് നടത്തുന്നത്. ഖജനാവിൽ നിന്ന് ഇപ്പോൾ പ്രതിമാസം നൽകുന്ന 100 കോടി കൊണ്ടാണ് കോർപ്പറേഷൻ ഓടുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതോടെ 50 കോടിക്ക് മുകളിൽ ബാധ്യത വീണ്ടും ഉണ്ടാകും. കെ.എസ്.ആർ.ടി.സിക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ സ്വകാര്യ ബസ് മേഖലയെ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ പിഴിയുകയാണെന്ന് ആരോപണമുണ്ട്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം പുതിയ സർക്കാരിന് മുന്നിൽ വയ്ക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. 2 വർഷം മുമ്പ് ഡീസലിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ 3 രൂപയുടെ സെസ് പിൻവലിച്ച് ഇപ്പോഴുള്ള ഡീസൽ വർധനവിന് ആശ്വാസം പ്രഖ്യാപിക്കുമെന്ന് ഉടമകൾ ആവശ്യപ്പെടുന്നു. പുതിയ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സ്വകാര്യ ബസ്സുകളുടെ റോഡ് ടാക്സ് ഒഴിവാക്കണമെന്നും ഡീസലിന്റെ വിൽപ്പന നികുതി ഒഴിവാക്കി റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെടുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിർത്തുന്നതിനുള്ള നടപടി കൂടി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പാലമുറ്റത്ത് വിജയകുമാർ 140 ന്യൂസിനോട് പറഞ്ഞു.